തലശ്ശേരിക്കാർക്ക് തലശ്ശേരി ബിരിയാണി പോലെ, കണ്ണൂരുകാർക്ക് കണ്ണൂർ ബിരിയാണി പോലെ, മലപ്പുറംകാർക്ക് മലപ്പുറം ബിരിയാണി പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് മാഞ്ഞാലിക്കാർക്ക് മാഞ്ഞാലി ബിരിയാണി. നമ്മളൊക്കെ കണ്ടു പരിചയിച്ച ബിരിയാണി ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു മാഞ്ഞാലി ബിരിയാണി. നല്ല പച്ചമുളകും കറിവേപ്പിലയും പൈനാപ്പിളും ഒക്കെ ചേർത്ത് ദം ചെയ്തെടുക്കുന്ന നല്ല ജോറൻ ചോറ് തന്നെയാണ് മാഞ്ഞാലി ബിരിയാണിയുടെ ഹൈലൈറ്റ്. കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ നല്ല അടിപൊളി ഒരു ചിക്കൻ മസാലയും. നിങ്ങളുടെ അടുക്കളയിലും മാഞ്ഞാലി ബിരിയാണിയുടെ രുചിയും മണവും നിറയാൻ വീഡിയോ കാണാം. നമുക്ക് നോക്കാം മാഞ്ഞാലി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണിയായ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2 ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു അരിയിലെ വെള്ളപ്പൊടി പോകുന്നത് വരെ നമ്മളിത് വാഷ് ചെയ്തിട്ടാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അടുത്തതായിട്ട് പിന്നെ ചെയ്യേണ്ടത് 1 കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനിഗർ, ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ചിക്കനിലെ എല്ലാ പീസിലോട്ടും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ കൈ വെച്ച് തന്നെയാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. ഈ ഒരു മസാല ഇതിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം അരി സോക്ക് ചെയ്യുക, ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ മാഞ്ഞാലി ബിരിയാണിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ചെറിയ സവോള, 2 പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബിരിയാണി റൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട്. അതും ഇന്നത്തെ റൈസിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി ഒരു പാത്രം ചൂടാക്കിയതിലേക്ക് കുറച്ച് ഗീ, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. വലിയ ജീരകമാണ് സ്പെഷ്യലായിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുരുമുളക്, അത്രയും സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറിവേപ്പിലയാണ് നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, സവോള, പച്ചമുളക്, പൈനാപ്പിൾ, ഇതെല്ലാം കൂടെ ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരും ഈ ഒരു സമയത്ത്, ആ പൈനാപ്പിളൊക്കെ ആ എണ്ണയിൽ കിടന്ന് ചൂടാകുമ്പോൾ. ഇനി ഈ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ളൊരു മെഷർമെൻറ്റിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അരികൾ തമ്മിൽ വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വേറിട്ട് നിൽക്കാൻ വേണ്ടി ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്തിട്ടുള്ള അരി ഊറ്റിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എപ്പോഴും ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, തീ ഹൈ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം ഈ ഒരു അരിയും വെള്ളവും തിളച്ച് ഒരേ ലെവലിൽ എത്തുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക തീ. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി ലിഡ് വെച്ച് അടച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാഞ്ഞാലി ബിരിയാണിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. നോർമലി നമ്മൾ ചിക്കനും റൈസും ഒക്കെ ഒരുമിച്ചാണ് ദം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഗീ റൈസ് മാത്രമായിട്ടാണ് ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോയിൽ വെച്ച് അതിൻ്റെ മുകളിൽ ലിഡ് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും ഇതുപോലെ അങ്ങ് അടച്ച് വെക്കുക. അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാൻ മറക്കരുത്. ഇനി നമ്മൾ ഈ ഒരു റൈസ്
സെർവ് ചെയ്യുമ്പോൾ അതിനൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരിയാണ്. നമ്മൾ ലാസ്റ്റ് മലപ്പുറം ദം ബിരിയാണിയിലൊക്കെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ, മുന്തിരിയുടെ, ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഈ ഒരു ചോറിന് എപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു സ്വാദ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കനെ നമ്മൾ ആദ്യം വേവിച്ചെടുക്കും, പിന്നെ അതൊന്ന് എടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കും, പിന്നെ നമ്മളൊരു മസാല ചെയ്ത് അതിലോട്ട് ആ ചിക്കനെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ നിന്നും ആ ചിക്കൻ പീസിനെ മാത്രമായിട്ട് ഊറ്റിയെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വേവിച്ച ഈ ഒരു സ്റ്റോക്ക്, ഈ ഒരു വെള്ളം നമ്മൾ കളയരുത്. കുറച്ച് കഴിഞ്ഞത് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ എണ്ണയിൽ വറുത്ത് കോരണം. അപ്പോൾ ഞാൻ ആ എണ്ണയിൽ കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചിക്കൻ പീസ് എല്ലാം തന്നെ എണ്ണയിൽ നമ്മൾ നോർമലായിട്ട് പൊരിക്കുന്ന പോലെ വറുത്ത് കോരുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ചിക്കൻ നന്നായിട്ട് കുക്ക്ഡാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വറുത്ത് കോരാൻ, കരിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതും നമ്മൾ ഏകദേശം ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ എല്ലാം തന്നെ വറുത്ത് കോരി മാറ്റി. ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു മസാലയാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ളൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലിലേക്ക് 2 സവോള കട്ട് ചെയ്തതും, ഒരു പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഉള്ളി ആദ്യം വഴച്ചെടുക്കുക. ഉള്ളി വഴന്നു വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ വേറൊരു മസാലയും കൂടെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെ കുറച്ച് ഒഴിച്ച് വേറൊരു ചട്ടിയിലിട്ടോ അതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയേക്കാളും കൂടുതൽ കാശ്മീരി മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയും മസാലകൾ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് വന്നത്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി വഴറ്റിയത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്കാണ് ചിക്കൻ ഇട്ടിട്ട് പിന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒരു ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റോക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മസാല. ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. മാഞ്ഞാലി ബിരിയാണിയിലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്, കായപ്പൊടി. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന അതേ കായം, ആ കായപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ട് ഈ ഒരു ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഏറ്റവും അവസാനത്തെ ഒരു പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനെ യോജിപ്പിച്ചെടുക്കുക. നല്ലൊരു അടിപൊളി സ്മെല്ല് ഈ സമയത്ത് വരും. ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് ഊഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. റൈസ് ഉണ്ടാക്കി, ചിക്കൻ ഉണ്ടാക്കി. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാന്നുള്ളൊരു സംഭവം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തെടുക്കാം.
നമ്മുടെ ലാസ്റ്റ് വീഡിയോ മലപ്പുറം ദം ബിരിയാണിയിൽ ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് കുറേ പേര് റെസിപ്പി ചോദിച്ചു. ഭയങ്കര സിമ്പിളാണ്. മല്ലിയില, പച്ചമുളക്, തേങ്ങ, ഉപ്പ്, കുറച്ച് വിനീഗർ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ചമ്മന്തി അരക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നമ്മളെ മലപ്പുറം ദം ബിരിയാണി കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാഞ്ഞാലി ബിരിയാണി സേവ് ചെയ്തിട്ട് കഴിക്കാം. ആദ്യം തന്നെ നമ്മൾ മലബാർ സ്റ്റൈലിലാണ് മാഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്യാൻ പോകുന്നത്. അതിന് ചോറും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ പ്ലേറ്റിലേക്ക് കമഴ്ത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ മാഞ്ഞാലിക്കാർ ചെയ്യുന്നത് പോലെ മാഞ്ഞാലി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റൈസ് മാത്രം നമ്മൾ ഈ പാത്രത്തിലെടുത്ത് നന്നായി പ്രസ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ കമഴ്ത്തി എടുക്കുക. അതിനുശേഷം ഈ ഒരു റൈസിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനും ചിക്കൻ്റെ മസാലയും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മാഞ്ഞാലിക്കാർ ഇത് സെർവ് ചെയ്ത് കഴിക്കുന്നൊരു രീതി. അപ്പോൾ നമ്മൾ 2 രീതിയിലും ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി 2 രീതിയിൽ സെർവ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടു. അപ്പോൾ ഈ ചിക്കൻ മിക്സ് ചെയ്യാതെ സെർവ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് മാഞ്ഞാലിക്കാർ ചെയ്യുന്നത്. ആക്ച്വലി ഈ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള ബിരിയാണി ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മാഞ്ഞാലി ബിരിയാണി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാഞ്ഞാലി ബിരിയാണിയിലെ റൈസിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. പൈനാപ്പിളിൻ്റെ ചെറിയ മധുരവും പുളിയും പച്ചമുളകിൻ്റെ ചെറിയ എരിവും കറിവേപ്പിലയുടെ സ്വാദും എല്ലാം കൂടെ കൂടിച്ചേർന്ന് നല്ലൊരു അടിപൊളി റൈസ്. ഇത് വെറുതെ ഇരുന്ന് കഴിക്കാൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. കൂടെ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കനും കൂടെ കൂടിച്ചേരുമ്പോൾ മറ്റെന്ത് പറയാനാണ്. മുൻപ് കഴിച്ച് ഒരു പരിചയമില്ലാത്തതുകൊണ്ടാണ് 1-2 പ്രാവശ്യം ഞാൻ ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിച്ചു നോക്കിയത്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മലബാർ ബിരിയാണി മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ മാഞ്ഞാലി ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യും. അതല്ല, ഇത് മാഞ്ഞാലിക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് കഴിച്ചാൽ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. നമ്മളൊരു ഗീ റൈസും ചിക്കനും സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ ഈ ചിക്കൻ മസാലയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലേവേഴ്സ്, അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മാഞ്ഞാലിക്കാർ സെർവ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ബിരിയാണി നമ്മൾ ട്രൈ ചെയ്തു. അടുത്തത് ഇനി നമ്മുടെ മലബാർ ദം ബിരിയാണി ഒക്കെ എങ്ങനെയാണോ സെർവ് ചെയ്യുന്നത് ആ രീതിയിൽ ഇതിനകത്ത് ചിക്കൻ വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ശരിക്കും ഇങ്ങനെ സെർവ് ചെയ്ത് കഴിക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. കാരണം ചിക്കൻ്റെ ആ ഒരു എല്ലാ ഫ്ലേവറും നമുക്ക് ഈ റൈസിൽ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കഴിച്ചത് സെപ്പറേറ്റ് എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഈ ഒരു ബിരിയാണി ഇങ്ങനെ കാണുന്ന സമയത്ത് പലർക്കും മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയമാണ്, ഇതെന്തെന്നാ നെയ്ച്ചോറും ചിക്കൻ കറി അല്ലേന്ന്. എന്നാൽ അങ്ങനെയല്ല, ഇതും നല്ലൊരു അസല് ബിരിയാണി തന്നെയാണ് കേട്ടോ. ബിരിയാണി പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നൊരു കിടു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പീസുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.